ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ്. ഇന്നൊരു പുതിയ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഉണ്ട്, കുറച്ച് വേറെ പരിപാടികളുണ്ട്. പിന്നെ കറക്കൊന്നും ഇപ്പോൾ നടക്കില്ല, കാരണം അമ്മാതിരി പൊരി വെയിലും പൊരി ചൂടുമാണ്. അപ്പോൾ വൈകുന്നേരം ഇറങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കുറച്ച് ഇവിടെയൊക്കെ ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായത് നേരത്തെ ഇറങ്ങി. ഇപ്പോൾ പോകണം എന്നൊക്കെ, നാട്ടിൽ പോകണം നമ്മൾ ഇൻഷാ അല്ലാ. അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഉണ്ട്. തുടങ്ങിയിട്ടില്ല, ലിറ്ററലി ഇനി ആകെ ഒരു 2 വീക്സ് ഉള്ളൂ. പക്ഷെ നമ്മളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ, അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരോടും നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നല്ല റെസ്പോൺസ് ഉണ്ട്. താങ്ക് യു ഫോർ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. നമുക്ക് എന്താ പറയുള്ളത്, നമ്മളെല്ലാം സുന്ദരി ആയിക്കണമല്ലോ. പിങ്ക് മാല, പിങ്ക് കണ്ണാടൊക്കെ വെച്ചിട്ട് സൂപ്പർ ആയിക്കുന്നല്ലോ. നോക്കട്ടെ, വാച്ച് നോക്കട്ടെ. ഓ, വാച്ച് ഉണ്ടല്ലേ. അത് ഡ്രസ്സിന് മാച്ച് ആക്കിയതാ. ബ്ലൂ. ഇത് നമ്മൾ എല്ലാവരും ചോദിക്കും നമുക്കിത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഫേവറേറ്റ് ഡ്രസ്സല്ലേ. എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കല് ഈ ഡ്രസ്സാണ്. ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇത് നമ്മുടെ ഫേവറേറ്റ് ഡ്രസ്സാ. പിന്നെ എന്താ പറയാനുള്ളത്, ഇതാരെ കണ്ണട വാങ്ങി തന്നെ നമുക്ക്. വാച്ച് ആരെ വാങ്ങി തന്നെ. അപ്പോൾ ഇതോ ക്ലിപ്പ് ആരെ വാങ്ങി തന്നെ. അപ്പോൾ ഇപ്പം എന്താ വാങ്ങി തന്നെ? മാല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. നമ്മുടെ ഫേവറേറ്റ് പാട്ടാ. നമ്മ എന്താ കഴിക്കുന്ന? ആപ്പിളാ. പഠിക്കാം. ഇപ്പം നമ്മൾ തിരിച്ച് പോവാണ്. ഇനി ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിൽ പറഞ്ഞാൽ AC ഒന്നും ഇട്ടിട്ട് വണ്ടിയൊന്നും തണുക്കുന്നില്ല. അത്ര ചൂടാണ്, പൊരിഞ്ഞ ചൂടാണ് ഗായ്സ്. ഇനി എങ്ങോട്ടാ പോകുന്നത്? നമ്മളൊന്ന് ജസ്റ്റ് അസം കാക്കൻ്റെ വീട്ടിലേക്കാ പോവാട്ടാ. നമ്മുടെ ഫേവറേറ്റ് കളർ ഏതാ? പിങ്ക് ബ്ലൂവോ? നമുക്ക് സ്കൂട്ടർ അതാ, നമ്മളെ സൈക്കിൾ എടുക്കാൻ മറന്ന്. ആ കാറ്റടിക്കാന് സൈക്കിള് കാറ്റെടുക്കാൻ. അപ്പൊ ഗൈസ്, നമ്മള് അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു. നമ്മളിങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടില്ല എവിടെ പോകണം. കുറച്ച് പൈസ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ലിറ്ററലി അൺസൈക്കബിൾ ചൂട് ഗൈസ്. ഭയങ്കര ചൂടാണ്. എന്താ പറയാ, ഉള്ളില് കാറിലിരുന്നിട്ട് പോലും ചൂട് സഹിക്കുന്നില്ല. പാട്ടടി എടുത്താ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് എങ്ങോട്ട് പോകും. കുറെ ലിസ്റ്റുകളുണ്ട്. ഇപ്പൊ വണ്ടി കേൾക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. രാത്രി പോയോ? പരുപ്പത്തിന് പോണം. ഈ ലിറ്ററലി ചൂടല്ലേ. അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടോ? വണ്ടി വാഷ് ചെയ്യാൻ. ഓക്കെ, നമ്മള് അപ്പോൾ വെയിറ്റിംഗ് ഏരിയയിലോട്ട് പോവാം. ഞമ്മറ എവിടെ? നമ്മളിവിടെ കാർ വാഷിങ്ങിന് വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പുറത്ത് നല്ല ചൂടാണ്. പുറത്ത് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ നമ്മൾ പുറത്തേക്ക് പുറത്ത് നിൽക്കാൻ പറ്റുന്നൊരു ചൂടും സാഹചര്യങ്ങളും. ഇപ്പോൾ പുറത്ത് നിൽക്കാൻ പറ്റില്ല. നമ്മളത് ക്ലോസ് ആക്കും. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളതാ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കാർ വാഷ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷം കാണാം. പോലീസ് പിടിക്കും. ഇത് നമ്മുടെ വ്ളോഗ്. അതെ തന്നെ, ഇത് നമ്മൾ വ്ളോഗ് ചെയ്യല്ലേ. അപ്പം നമ്മൾ വണ്ടിയൊക്കെ ക്ലീൻ ആയി അല്ലേ. വണ്ടി വാഷ് ചെയ്ത് നമ്മൾ പോവാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് വിശക്കണ്ട.
അതൊക്കെ പിങ്ക് കളർ കളറ് പിങ്ക് കളർ ഇഷ്ടാ. വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കുക. വീട്ടിൽ പോയിട്ട് ഇനി ഉണ്ടാക്കിട്ട് വേണം. അമ്മ എന്താ കഴിക്കണേ? എന്താ ഓർഡർ ചെയ്ത്? എവിടെ പോയാലും ഓക്ക് വെച്ചിക്കാണ്ട് നമ്പറൊക്കെ ഇല്ല കേട്ടോ. നമ്പറൊക്കെ ഇല്ല കേട്ടോ. അത് നമ്പറൊക്കെ ഇല്ല കേട്ടോ. എന്തിനാണ് ഭക്ഷണം കഴിക്കണ മുന്നേ അത് എടുത്തോണ്ടിരുന്നേ? ഭക്ഷണം കഴിക്കണ മുന്നേ അത് എടുത്തോണ്ടിരുന്നേ? ഓപ്പൺ ആക്കാനൊന്നും പറ്റൂല. ഫുഡ് കഴിക്കാനല്ലേ ഓപ്പൺ. നോക്കട്ടെ, അത് ഫുഡ് കഴിച്ചവർക്കുള്ളതാട്ടാ. നമുക്കില്ലല്ലോ. അപ്പൊ നമുക്കില്ലല്ലോ. അപ്പൊ ഗൈസ്, നമ്മള് ഒരു റെസ്റ്റോറന്റിൽ കയറിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. എന്തൊക്കെയാ ഓർഡർ ചെയ്തിരിക്കണേ നോക്കാം. ഇത് പുതിയ ടൈപ്പ് വെറൈറ്റി സലാഡാണ്. ഉള്ളി മാത്രമുള്ള സലാഡാണ് അല്ലേ? കുക്കുംബർ കഴിച്ചാലേ ഇപ്പൊ അത് മറ്റു പൊട്ടിക്കോളൂ. പുളിയുണ്ടോ? പുളിയുണ്ടോ? ഇപ്പൊ നാരങ്ങ പിഴിഞ്ഞു. നാരങ്ങ പുളിൻ്റെ ഗായ്സ് നല്ല വിഷന്നൊക്കെ. ഗായ്സ് ഇവിടെ ഒരാൾ വലിയ തട്ടല് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആയിക്കോട്ടുള്ളൂ അല്ലേ? നമ്മ ഓപ്പൺ ആക്കിക്കാൻ നോക്കണമ്മ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായിട്ട്. നെക്സ്റ്റ് പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ച സാധനം കിട്ടിയില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് മോൾക്ക് പോകണേ. എവിടേക്ക് പോണേ? ഈ മൊബൈലിൽ തന്നെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുകയാണ് അല്ലേ? അല്ല, നമ്മളൊരു സാധനം ഉദ്ദേശിച്ചിറങ്ങിയതാണ്. അതവിടെ നെസ്റ്റോലില്ല. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു എന്നാൽ നമ്മളൊക്കെ ഒന്ന് സഫാരി മാളിൽ പോയി നോക്കിയാൽ അവിടെ ഉണ്ടാവുമോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ സ്കൂൾ ഏരിയ കൂടി ഇങ്ങനെ കറങ്ങിപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. നമ്പർ എന്താ പറയാല്ലേ? നമ്പർ ഇതെന്താ നമ്പറിൻ്റെ പോസൊക്കെ അവിടെയൊക്കെ ഇന്ന് ഓളെ മടിയിലിരുത്തിക്കളാ. ഓളെങ്ങനെ ഇരിക്കണ നോക്കിയൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കെടുക്കുക. ഒക്കെ അറിയാൻ മേലാത്തോടെ ചോദിക്കണേ, എന്തിനാ ഇങ്ങനെ ചാഞ്ഞ് കെടുക്കണേ? അടക്കെ എന്തിനാ അങ്ങനെ ഇരിക്കണേ? കാര്യത്താ? അത് പറയിപ്പിച്ചിട്ട് പറയാണ് ഇപ്പാൻ്റെ കുട്ടിയാണ്. ഞങ്ങൾ കേൾക്കട്ടെ ചിലപ്പോൾ. പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? പുതിയ അപ്ഡേറ്റ്സ് പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മളെ പുതിയ അപ്ഡേറ്റ്സ്. പിന്നെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഓഫർ കേട്ടപ്പോൾ സ്റ്റോക്കിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ഒന്നും ഇറക്കിയിട്ടില്ല, കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇല്ലുമും കൈലിസും ലെബിയോറും കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമ്മളെ കോൺടാക്ട് നമ്പർ അറിയാമല്ലോ. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. നോറ പെർഫ്യൂംസിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കോൺടാക്ട് നമ്പർ ഉണ്ടാവും. അപ്പോൾ പെർഫ്യൂം വേണ്ടവർ ഓർഡർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാം. നമ്മൾ ഓഫർ ഇട്ടപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. അതേപോലെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റോക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതാണ് യോറോൻ്റെ പുതിയ അപ്ഡേറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ അപ്പോൾ നമ്മൾ നാട്ടിൽ പോകേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളായിട്ട് വീഡിയോയിൽ വന്നതാണ്. ഒക്കെ ബേസിക്കലി പറഞ്ഞാൽ ഒന്നും പർച്ചേസ് ഇല്ല. അവിടെ പോയി നോക്കണം, ഇവിടെ പോയി നോക്കണം, ഒന്നും ഇഷ്ടമാവണില്ല. പിന്നെ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. ഇപ്പോൾ അതാ കറൻ്റ്ലി സഫാരി മാൾക്ക് പോകണം. സഫാരി മാൾ പോയി നോക്കാം എന്താ അവസ്ഥ. എന്താ പ്രശ്നം?
ഉമ്മാൻ്റെ അടുത്ത് കോയിൻസ് ഇല്ലാത്തോണ്ടല്ലേ? കോയിൻസ് ഇല്ലാത്തോണ്ടാണ് ട്ടാ. അമ്മ വാങ്ങിത്തരാം. കഴിഞ്ഞ പ്രാവശ്യം അമ്മ ബോൾ വാങ്ങി തന്നില്ലേ? വായിന്ന് കൈയെടുക്ക്. ഇപ്പാൻ്റെ അടുത്ത് കോയിൻസ് ഉണ്ടോ ചോദിക്കാം. വാ, അപ്പാൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. വാ. കോയിൻസ് ഇല്ലാത്തോണ്ടാണ് അമ്മറ. കോയിൻസ് ഇല്ലാത്തോണ്ട് ഞാൻ അപ്പാൻ്റെ അടുത്ത് ചോദിച്ചോക്കട്ടെ. വാ, കോയിൻസ് ഉണ്ടോ ചോദിച്ചോളാ. ഇപ്പം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ നെക്സ്റ്റ് പോയി സഫാരി പോയി ലാസ്റ്റ് ഇതിപ്പോൾ അതാ ലുലുവിലെത്തി. എല്ലാതും ഒരേ സ്ഥലത്ത് തന്നെ കേട്ടോ. ഈ മൊബൈലിലെ എല്ലാതും ഒരുമിച്ച് തന്നെയാണ്. എല്ലായിടത്തും പോയി നമ്മൾ സാധനം കിട്ടില്ല. ഇനി ബാക്ക് ടു നെക്സ്റ്റ് പോയി നോക്കാം. ബാ ഇറങ്ങ. എന്നെ കറങ്ങി നടക്കാന്നല്ലാതെ എന്തെങ്കിലും വാങ്ങണുണ്ടോ? ഇപ്രാവശ്യം ഇനിയിപ്പോൾ ആകെ ഒരാഴ്ചയിലുള്ള ലീവ് മാത്രമേ ഉള്ളൂ സാധനം വാങ്ങാം. അതിലെല്ലാ സാധനം വാങ്ങുമോ? ഇന്നിപ്പോൾ ഇതാ സാധനം വാങ്ങാൻ ഇറങ്ങിയിട്ട് ഒന്നും നടന്നില്ല. കുറേ അങ്ങോട്ട് ഇറങ്ങി, കുറേ നെസ്റ്റൊക്കെ ഇറങ്ങി, കുറേ സഫാരി മാളിൽ നിന്ന് ഇറങ്ങി, കുറേ ലുലുവിൽ ഇറങ്ങി. 3 മാളിലും അപ്പോൾ നമ്പറതാ അവിടെതാ ഒരു വട്ടയിൽ ഇരുന്നതാണ് നമ്പറ. അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാന്നല്ലാതെ ഒരു കാര്യം നടന്നില്ല. എന്താണ് ഇതിപ്പോ രണ്ടാമത്തെ വട്ടമാണ് ഇരിക്കുന്നത്. ആദ്യം ഒരു വട്ടം ഇരുത്തിയതാണ്. ബർത്ത്ഡേ ആണ്. ഇപ്പൊ ചെലവുണ്ട് കേട്ടാ. ചെലവില്ലേ? ഇവിടെ ഒരു കട്ട ബ്രസീൽ ഫാൻ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ബ്രസീലിന്റെ ജേഴ്സി ഒക്കെ തപ്പിയെടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. വിനി ജൂനിയർ വെച്ചിട്ട് ഇപ്പൊ എന്ത് പ്രശ്നോ? നെയ്മർ തന്നെ കാണുന്നുണ്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ്? അല്ല ഈ ബ്രസീലിൻ്റെത് മഞ്ഞല്ലേ? ബ്രസീൽ ഫാൻ ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡ്രസ്സിനൊരു പ്രശ്നമുള്ളൂ, ഭയങ്കര ഓവർ സൈസ്ഡ് ആണ്. നമ്പറാ. ഓ ദിസ് ഈസ് സോ ഗുഡ്. ഓ സെയിം ഡാൻസ് കളിച്ചാ? ഓ എന്താ മോഡല്. വാ ഇഷ്ടപ്പെട്ടു. ഓ ഇതേതാ പുതിയ മോഡല്? ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഞാൻ വന്ന് നോക്കിയോ നേരത്തെ. പിന്നെ ഇഷ്ടപ്പെട്ടത് ഇടാതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ വെച്ചിട്ട്. ടൈറ്റ് ആക്കാനുള്ള ഓപ്ഷന് അവിടെ ഇങ്ങോട്ട് നോക്ക്, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. വാ അത് നമ്മടുത്തോ. സ്മോള് കുട്ടികളില്ല. ഗായ്സ് ഇവിടെ ഭയങ്കര വലിയ തൊപ്പിയൊക്കെ എടുക്കണം, ഭയങ്കര സെലക്ഷനിലാണ്. അങ്ങനെയൊക്കെ നമ്മള് ചെറിയ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ നടക്കുകയാണ്. ബാ നമ്പറൊക്കെ എന്താ കിട്ടി?
ഇതെന്താ? നമുക്ക് ആരും വാങ്ങിട്ട് ആരും വാങ്ങിത്തരാ? ഇഷ്ടയാ? സർപ്രൈസാ? നോക്കട്ടെ. സർപ്രൈസാ? സർപ്രൈസാ? എങ്ങനെയുണ്ട്? ഇഷ്ടയാ? ഇവിടെ ഇപ്പോൾ ഒരാള് വലിയ ഹാറ്റൊക്കെ വാങ്ങി തൊപ്പിയൊക്കെ വെച്ച് വേറെ ലെവലും. ഈ തൊപ്പി വെച്ചപ്പോ ആകെ ലുക്കൊക്കെ മാറിയാ, വൈബൊക്കെ മാറിയാ? എങ്ങനെ യോയോ വൈബ? ഞങ്ങൾ നോക്കട്ടെ, ശരിക്കും കാണിച്ചുണ്ടോ? വാ, ഇത് ഡോക്ടർ സെറ്റാ? ഇതാർക്കാ? ഇതാരാ വാങ്ങി തന്നെ? സർപ്രൈസാ? ആ, ഫുള്ള് ടി വി ഉണ്ടല്ലേ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാ, കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അല്ലാതെ ഒന്നുമില്ല, ഇനി ബാക്കിയുള്ള നെക്സ്റ്റ് ആഴ്ച വാങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോവാണ്. ഇവിടെ ഭയങ്കര കരച്ചിൽ സീനാണ്. എന്തിനാണ് കരഞ്ഞത്? വെറുതെ കരഞ്ഞാ? അതൊന്നല്ല, ഓക്ക് ആ പിങ്ക് സാധനം വേണം, അതിനാണ്. അതിന്റെ ബ്ലൂ ഉണ്ട് അവിടെ, പക്ഷെ അതൊന്നും നോക്ക് വേണ്ട, ഓക്ക് ആ പിങ്ക് കളർ. ഈ എവിടുന്ന് വാങ്ങും? അവിടെ ടുഡേയിലുണ്ടാവും. പറയും നമ്മള് ആരുടെ ബർത്ത്ഡേ? ഇപ്പൻ്റെ ബർത്ത്ഡേ. അപ്പം നമ്മൾ സർപ്രൈസ് ആയിട്ട് കേക്ക് വാങ്ങിയിട്ടുണ്ട് അല്ലേ? ഇപ്പം അറിയില്ല, ക്യാൻഡിൽസും കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് രാത്രി കട്ട് ചെയ്യണം അല്ലേ? സർപ്രൈസ് ആയിട്ട് വീട്ടില് പറഞ്ഞിട്ടില്ല. അല്ല ഗൈസ്, എന്നോട് പറഞ്ഞു എനിക്കൊരു ഹാറ്റ് വാങ്ങണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ബർത്ത്ഡേ അല്ല, അപ്പം എന്തായാലും ഹാറ്റ് വാങ്ങി കൊടുക്കാൻ വെച്ചിട്ട് ഞാൻ വാങ്ങി കൊടുത്ത ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ബർത്ത്ഡേ. ഇപ്പം 12 മണി ആവാനായി, 11 മണി കഴിഞ്ഞ് 1 മണിക്കൂറും കഴിഞ്ഞാൽ ബർത്ത്ഡേ ആണ്. പക്ഷെ ബർത്ത്ഡേ വെച്ചിട്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഒരു സർപ്രൈസും കാര്യങ്ങളൊന്നുമില്ല. 25 പ്രത്യേകിച്ച് ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആദ്യം തന്നെ കൊണ്ടുപോയി വാങ്ങിക്കൊടുത്തു, ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു, അത്ര തന്നെ. അങ്ങനെയൊക്കെ. ഗായ്സ്, ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. കുറേ തേരപ്പാര നടന്ന് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാണ്ട് എല്ലാ മാളിലൊക്കെ കറങ്ങി അധികമൊന്നും വാങ്ങാതെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുട്ടി സെലിബ്രേഷനും കഴിഞ്ഞു, കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷനും കഴിഞ്ഞു, സർപ്രൈസ് ആയിട്ട് സ്മോൾ സെലിബ്രേഷൻ. അപ്പോൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗ് കാണാം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ സീ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.